ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കുംഭമേള യാത്രയുടെ 5ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തലൈപ്പാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, മഹാരാഷ്ട്രയിലുള്ള. നമ്മൾ ഗോവയിലേക്കുള്ള യാത്രയിലാണ്. അതിനിടയ്ക്ക് കണ്ട ഒരു മനോഹരമായ സ്ഥലത്ത് നമ്മൾ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഇറങ്ങിയതാണ്. അതിമനോഹരമായിട്ടുള്ള ഒരു കുന്നാണ്. കുന്നും മലകളും നിറഞ്ഞ ഭയങ്കര ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉള്ള ഒരു പ്രദേശമാണിത്. അപ്പോൾ ഇവിടെ ഇറങ്ങി നിന്ന് എല്ലാവർക്കും ഒരു ഫോട്ടോ എടുക്കണമെന്ന് തോന്നി, അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളിന്ന് ഗോവയിലോട്ട് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഗോവ വഴി കേരളം പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ, അല്ലേ? നമ്മൾ വേറെ 2 പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു, നമ്മളതൊക്കെ ക്യാൻസൽ ചെയ്തു. അജന്ത എല്ലാവരും ഗുഹ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ 10 മണിക്ക് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് നമുക്ക് കുറച്ച് സമയം പിന്നെ അവിടെ വെറുതെ നിൽക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് പിന്നെ നമ്മൾ അതൊക്കെ ഒഴിവാക്കി. അവിടെ പോയി നിൽക്കല്ലേ, അങ്ങ് താഴെ പോകും കേട്ടോ. കുഴിയിൽ പോകരുത്, അവിടെ സ്ലിപ്പായിരുന്നു. മഹാരാഷ്ട്രയിലെ പൂനെ നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പൂനെ മഹാരാഷ്ട്രയിലെ 2ാമത്തെ വലിയ നഗരമാണ്. അതുപോലെ തന്നെ രാജ്യത്തെ 8ാമത്തെയും വലിയ രാജ്യമാണ്. മഹാരാഷ്ട്രക്കാരുടെ സാംസ്കാരിക തലസ്ഥാനമായിട്ടാണ് പൂനെ നഗരത്തെ കാണുന്നത്. അതുപോലെ തന്നെ ഫ്ളാറ്റുകളുടെ നഗരം എന്നും പൂനെ അറിയപ്പെടാറുണ്ട്. ഒരു കാലത്ത് പെൻഷൻ പറ്റിയവരുടെ പർദീസ എന്നറിയപ്പെട്ടിരുന്ന ഈ നഗരം ഇന്ന് നിരവധി സോഫ്റ്റ്വെയർ വിവര സാങ്കേതിക കമ്പനികളുടെ പ്രവർത്തന മേഖലയാണ്. ഫ്രണ്ട്സ്, നമ്മുടെ കുതിരാൻ തുരങ്കം പോലെ ഒരു തുരങ്കത്തിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. ന്യൂ കദ്രജ് ടണൽ എന്നാണ് ഈ ടണലിൻ്റെ പേര്. വലിയൊരു മര തുരന്ന് നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ ടണൽ. അപ്പോൾ ഇതിൻ്റെ നീളം വരുന്നത് 1.5 കിലോമീറ്റർ നീളമാണ് ഈ ടണലിനുള്ളത്. 2 ഡയറക്ഷനിലേക്കും തുരങ്കങ്ങളുണ്ട്. ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യണമെന്ന് അവർ പുറത്ത് എഴുതിയിട്ടുണ്ട്. അത്യാവശ്യത്തിന് ലൈറ്റൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ കുതിരാൻ തുരങ്കത്തിലുള്ള അത്രയും ലൈറ്റുകൾ ഇല്ലെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു തുരങ്കത്തിലൂടെ ഒരുപാട് ദൂരവും അതുപോലെ തന്നെ ഒരുപാട് സമയവും, യാത്രയിലുണ്ടാകുന്ന സമയവും ലാഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് തീർച്ചയാണ്. അപ്പോൾ നമ്മൾ ഇനി ഗോവയ്ക്ക് 350 കിലോമീറ്റർ ദൂരത്തായിട്ടാണുള്ളത്. ഇവിടെ സ്ഥലത്തിന്റെ പേരെന്താണ് അറിയാം? നമ്മളിതാ ഇവിടെ ഒരു പാർവതി ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലിൽ ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കണം. കുറച്ച് നേരം നമുക്ക് പഴയ എടുത്ത വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിടണം. അപ്പോൾ അങ്ങനെയുള്ള ജോലികളാണുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്യൂർ വെജ് ഹോട്ടലാണ്. നമുക്ക് എന്തായാലും നമ്മുടെ കേരള ഫുഡൊക്കെ കിട്ടുമെന്നാണ് തോന്നുന്നത്. എന്തായാലും അകത്തൊക്കെ കയറി നോക്കാം, അല്ലേ? ഫ്രണ്ട്സ്, ഞങ്ങൾ 4 പേരും താലി മീലാണ് വാങ്ങിയത്. ഫുഡ് വന്നിട്ടുണ്ട്. നല്ല ഫുഡായിരുന്നു. എല്ലാവരും ഫുഡ് കഴിച്ചു. ഫ്രണ്ട്സ്, നമ്മുടെ 2ാമത്തെ ദിവസത്തെ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഈ പാർവതി ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലിൽ തന്നെ ഫുഡ് കഴിച്ച് അവരോട് ചോദിച്ചപ്പോൾ അവരുടെ മുകളിലത്തെ നിലയിൽ നമുക്ക് ഇരുന്ന് ഇത് എഡിറ്റ് ചെയ്തോളാനുള്ള സൗകര്യം അവർ ചെയ്തു തന്നു. അപ്പോൾ അവർക്കൊരു നന്ദി പറയണം. പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്ത് തീരാറായപ്പോൾ ചായ കുടിക്കേണ്ട ടൈമായി. പിന്നെ ഇവിടെ നിന്ന് ചായയും കുടിച്ചു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. നമുക്കിനി നേരെ ഗോവ പിടിക്കണം. അപ്പോൾ മണി 4:15 മണിയായി. അപ്പോൾ ഇനി നമുക്ക് ഇന്ന് ഗോവ പിടിച്ചാലേ നമുക്ക് മറ്റന്നാളത്തേക്ക് വീടെത്താൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു ശ്രമമാണ്. അപ്പോൾ വീഡിയോ ഇടണമല്ലോ. അപ്പോൾ വീഡിയോ കഴിഞ്ഞു. വീഡിയോ റെൻഡർ ആയിക്കൊണ്ടിരിക്കുകയാണ്. 2ാമത്തെ ദിവസത്തെ ഇന്ന് ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ മിനിഞ്ഞാന്നാണ് ഫസ്റ്റ് വീഡിയോ ഇട്ടാൽ ഇന്നലെ ഇടാൻ പറ്റില്ല. അപ്പോൾ എന്നിട്ട് പിന്നെ ബാക്കിയുള്ള വീഡിയോസ് ഗോവയിൽ പോയിരുന്നു നമുക്ക് ചെയ്ത് ഇടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ടേബിളും ഇതെല്ലാം അറേഞ്ച് ചെയ്ത് തന്നത് ഈ പയ്യാണ്. അപ്പം നമുക്ക് രത്തൻ എന്ന് പറഞ്ഞ ഭായിയാണ് നമുക്ക് ചെയ്തത്. आप कितना साल से यहाँ काम कर रहे हैं? 18 साल हो गया. आपका उम्र कितना है? 18 साल. आपका उम्र 18 साल है. आप कितना साल से काम कर रहे हैं? 18 साल से काम कर रहे हैं. मतलब आप एक साल से काम कर रहे हैं.
छोटा से कैसे हो कैसे? वो मैं जाता था ना हाँ। राइस करना अच्छा, इधर ही काम करने के लिए अच्छा अच्छा. आपका ഉമ്മർ 18 साल से यहाँ काम कर रहे हैं. അതെനിക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും പുള്ളി പറയുന്ന 18 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പം താങ്ക് യു ബൈ ശുക്രിയ. ഒരു കരിമ്പ് വണ്ടി പോയപ്പോൾ സുജീഷും നമ്മുടെ രൂപക്കും കൂടെ കരിമ്പ് ചോദിച്ചു. അങ്ങനെ അവർ കൊടുത്തു. അടിപൊളി കരിമ്പല്ലേ, ഫ്രഷ് കരിമ്പ്. ഫ്രഷ് കരിമ്പാണ്. 3 കമ്പ് അവർ ഒടിച്ച് ആവശ്യമുള്ള എടുത്തോളാൻ പറഞ്ഞല്ലേ. എത്ര എടുത്ത്? ഒരു ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞാൽ ഒരു മര്യാദയില്ലേ? ഒരെണ്ണം തന്നെ എടുത്താൽ പോരെ. 4 എണ്ണം, ഓരോരുത്തർക്ക് ഓരോ കമ്പല്ലേ. ഓക്കെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഗോവ കഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ ഏതാണ്ട് എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗോവ കഴിഞ്ഞ് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗോവയ്ക്ക് അടുത്തായിട്ട് ദൂദ്സാഗർ വാട്ടർഫാൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനായിട്ടാണ് നമ്മൾ പോയത്. പക്ഷേ അവിടെ 3 കിലോമീറ്റർ നടക്കേണ്ടതായിട്ട് വരും. അതുമാത്രമല്ല അവിടെ വെള്ളവും കുറവാണ്. 3 കിലോമീറ്റർ ഇപ്പുറം വരെ വണ്ടി പോകത്തുള്ളൂ. പിന്നെ വെള്ളം കുറവായതുകൊണ്ട് നമ്മൾ അതുവരെ പോയിട്ട് പിന്നെ തിരിച്ചിഞ്ഞ് വന്നു. ഇനി നമ്മളിവിടെ കോയമ്പത്തൂർ ഇഷ ഫൗണ്ടേഷൻ്റെ ആദിയോഗി സ്റ്റാച്ചു കാണാനായിട്ട് പോവുകയാണ്. കോയമ്പത്തൂർ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂരാണ്. നമ്മളപ്പോൾ ഇന്നലെ രാത്രി വരുന്ന വഴിക്ക് ഒരു വീട്ടിലാണ് സ്റ്റേ ചെയ്തത്. അവിടെ നമ്മൾ ഉച്ചവരെ കിടന്നുറങ്ങി. 1 മണിയായിട്ടാണ് നമ്മൾ എഴുന്നേറ്റത്. 1:30 കൂടി അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ ഇപ്പോൾ 4 മണിയായി. നമ്മളിപ്പോൾ 60 കിലോമീറ്റർ വെറുതെ ഓടിയാണ് ഈ വെള്ളച്ചാട്ടം കാണാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ വെള്ളച്ചാട്ടം കാണാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഒരു ഹിൽ ഏരിയയിൽ കൂടെയാണ്, ഒരു ഫോറസ്റ്റ് ഏരിയയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല റോഡാണ്. പക്ഷേ നമുക്കിപ്പോൾ ഈ റോഡിൽ നമുക്ക് 60 സ്പീഡ്. നമ്മൾ ഇടയ്ക്ക് 65 ആയപ്പോൾ ഒരു 500 രൂപ നമുക്ക് ഫൈൻ കിട്ടി. 1000 രൂപയാണ് പറഞ്ഞത്. പിന്നെ കാല് പിടിച്ച് മാപ്പൊക്കെ അപേക്ഷിച്ചപ്പോൾ അവർ 500 ആക്കി തന്നു. കൈക്കൂലിയും വാങ്ങുന്നവരാണ് ഇവിടുത്തെ പോലീസ്. പക്ഷേ അത് പോട്ടും. നമ്മളെ കയ്യിൽ കാശില്ലായിരുന്നു. കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു 200 രൂപയ്ക്ക് നമുക്ക് ഒതുക്കായിരുന്നു. പക്ഷേ ആരുടെ കയ്യിലും പൈസ ഇല്ലായിരുന്നു, ക്യാഷ് ആയിട്ടില്ലായിരുന്നു. പിന്നെ ഗൂഗിൾ പേ ചെയ്യുമ്പോൾ 500 രൂപയായിട്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഇതിലേക്ക് പോകുന്ന അതുകൊണ്ട് അത് ചെയ്തു. പിന്നെ വേറൊന്നുമില്ല. ഇനി നമുക്ക് എന്തായാലും കോയമ്പത്തൂർ ചെന്നിട്ട് കാണാം. ഇതെല്ലാം ഒറ്റ വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്യുകയാണ് നമ്മൾ. ഫ്രണ്ട്സ്, സംഭവം നമ്മൾ കോയമ്പത്തൂരത്തേക്കുള്ള യാത്രാ മധ്യേ ഹുബ്ലി ധാർവാഡ ഹൈവേയിലാണ് നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയതാണ്. ഇതാണ് ഹൈവേ. കാട്ടിനിടയിൽ കൂടെയുള്ള ഹൈവേ ആണ്. നല്ല ഫോറസ്റ്റ് ഏരിയയാണ്. പക്ഷേ റോഡ് നല്ല റോഡാണ്. കുറച്ച് അഴുക്ക റോഡായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് നല്ല റോഡ് കിട്ടി. ഓക്കെ, ഒന്നെന്താ താങ്ക് യു. പുള്ളിക്കാരൻ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ചെറിയൊരു തട്ടുകടയിലാണ് കയറിയത്. ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ചായ റെഡിയാക്കി. CNG ആണ്. ഇവിടെ വന്നപ്പോൾ ഒരു ലോറി കിടപ്പുണ്ട്. CNGയിൽ ഓടുന്ന ലോറിയാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ഇഷ ഫൗണ്ടേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ സമയത്തുള്ളത് സത്യമംഗലം കാട്, അതായത് തമിഴ്നാട് കർണാടക അതിർത്തിയിലുള്ള ബന്നാരി ഭവാനിസാഗർ റോഡിലൂടെയാണ് പോകുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ, ഇതിവിടെ 27 ഹെയർപിൻ വളവുകളാണ് ഈ റോഡിലുള്ളത്. 27 എണ്ണം. അതിമാരകമായ ഹെയർപിൻ വളവുകളാണ് ഈ റോഡിലുള്ളത്. മഞ്ഞ് മൂടി കിടക്കുന്ന മലകളും നമ്മുടെ നാട്ടിലെ ഹൈറേഞ്ചിനെയൊക്കെ വെല്ലുന്ന തരത്തിലുള്ള മലകളും കാടുമാണ് ഇവിടെ. ഭയങ്കര അതിമാരകമായ കാടാണ് ഇവിടെ. കാടും അതുപോലെ തന്നെ മഞ്ഞും, കോടമഞ്ഞും, കൊക്കയും എല്ലാം നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഹൈറേഞ്ചിനേക്കാളും ഒരു 10 മടങ്ങെങ്കിലും വലുപ്പമുള്ള രീതിയിലാണ് ഇവിടുത്തെ ഹൈറേഞ്ച്. നമ്മുടെ മൂന്നാർ തേക്കടിയേക്കാളും കൂടുതൽ ഏരിയ ഉണ്ട് ഇവിടെ. വീരപ്പനൊക്കെ താമസിച്ച സത്യമംഗലം കാട് ഒക്കെ ഇതിനടുത്താണ്. ഇത് കർണാടക തമിഴ്നാട് അതിർത്തിയിലാണ് ഇതുള്ളത്. ഇവിടെ 6 മണി തൊട്ടേ പ്രവേശനമുള്ളൂ. രാവിലെ 6 തൊട്ട് വൈകുന്നേരം 6 വരെയാണ് ഈ റോഡിൽ പ്രവേശനം. ഇപ്പോൾ 6 മണി ആയതേ ഉള്ളൂ, 6:30 ആയി. ഇപ്പം 2 സൈഡും ഇപ്പോഴാണ് ഓപ്പൺ ചെയ്തത്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ നല്ല തിരക്കുണ്ട്. ലോറികൾ, ചരക്ക് വാഹനങ്ങൾ ഉണ്ട്, അതുപോലെയുള്ള കാറുകളും ഉണ്ട്. ഒരു വളവ് തീരുന്നതിന് മുമ്പ് അടുത്ത വളവാണ്. ആ രീതിയിലാണ് റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങ് ദൂരെയായിട്ട് മഞ്ഞ് മൂടി കിടക്കുന്ന വലിയ വലിയ കൊടുമുടികൾ പോലെയുള്ള മലകളാണ്. ഇതുപോലെയുള്ള ഹെയർപിൻ വളവുകളാണ്. ഇതിപ്പോൾ 18ാമത്തെയാണ്. 27-ൽ 18ാമത്തെ വളവാണിത്. ഇത് ചെറുതാണ്, പക്ഷേ ചില വളവുകളൊക്കെ വളയ്ക്കാനുമൊക്കെ സൗകര്യം കുറവാണ്, വീതിയും കുറവാണ്. ചരക്ക് വാഹനങ്ങൾക്കാണ് ബുദ്ധിമുട്ട്. ചരക്ക് വാഹനങ്ങൾക്കും വലിയ ബസ്സുകൾക്കുമാണ് ബുദ്ധിമുട്ട്. സൂര്യൻ ഉദിച്ച് വരുന്നത് കാണാം കിഴക്ക് ദിശയിൽ. സൂര്യൻ നല്ല മനോഹരമായിട്ട് അവിടെ ഉദിച്ച് വരുന്നുണ്ട്. നല്ല ചുവന്ന കളറിലാണ് സൂര്യൻ. കറക്റ്റ് നേരത്തെ അപ്പുറം സൈഡിലായിരുന്നു അല്ലേ. ഇത് 16ാമത്തെ ഹെയർപിൻ വളവാണ്. 27-ൽ 16ാമത്തെ. വരി വരിയായി ചരക്ക് വാഹനങ്ങൾ കടന്നു വരുന്ന കാണാം ഈ റോഡിൽ. സത്യം പറഞ്ഞാൽ ഒരു തവണ വരേണ്ട സ്ഥലമാണ് ഇത്. ബന്നേരി ഭവാനിസാഗർ റോഡാണ്. ബന്നേരി ഭവാനിസാഗർ റോഡ്.
തമിഴ്നാട് കർണാടക അതിർത്തിയാണ്. രാവിലെ 6 തൊട്ട് വൈകിട്ട് 6 മണി വരെ മാത്രമേ പ്രവേശനമുള്ളൂ ഈ റോഡിലേക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സത്യമംഗലം കാടൊക്കെ ഇറങ്ങി ഹൈ റേഞ്ച് ഇറങ്ങി താഴ്വാരത്തിലെത്തി. അപ്പോൾ നമുക്ക് കുളിക്കണം. അപ്പോൾ നമുക്കിവിടെ നല്ല ശുദ്ധമായ വെള്ളം കിട്ടും. പക്ഷേ എവിടെയാണ് പോയി കുളിക്കുന്നതെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ചായ കുടിക്കാൻ ഇറങ്ങിയ കടയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ അടുത്ത് ഒരു ഉള്ളിലോട്ട് കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഒരു ചർച്ചുണ്ട്, ചർച്ചിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്, അങ്ങോട്ട് പോയാൽ കുളിക്കാമെന്ന് പറഞ്ഞു. നമ്മൾ അങ്ങോട്ട് പോയ യാത്രയിൽ തന്നെ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ ഒരുപാട് സ്ഥലത്ത് കുളിക്കാൻ ശ്രമിച്ചെങ്കിലും കുളിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് നമുക്കത് മറികടക്കണം. നമുക്കിന്ന് കുളിക്കണം. എവിടെയെങ്കിലും നമുക്ക് ജലാശയത്തിലോ ആറ്റിലോ എന്ന് വെച്ചാൽ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലത്തൊന്നും ഇറങ്ങത്തില്ല. അങ്ങനെ ഉള്ളിടത്ത് ആരും യാത്ര പോകണവർ അങ്ങനെ പരിചയമില്ലാത്തടത്ത് ഇറങ്ങാനും പാടില്ല. നമുക്ക് കംഫർട്ടൊന്നും തോന്നിയാൽ മാത്രമേ ഇറങ്ങത്തുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, കാണിച്ചു തരാം. ഒരു ചർച്ച് ഉണ്ടെന്നാണ് പറഞ്ഞത്. ചർച്ചിൻ്റെ അവിടെ നിന്ന് 2 കിലോമീറ്റർ അവിടെ നിന്ന് 2 കിലോമീറ്റർ വരുമ്പോൾ ചർച്ചുണ്ട്. ചർച്ചിൻ്റെ അവിടെ നിന്ന് ഉള്ളിലേക്ക് പോയാൽ കുളിക്കാമെന്ന് പറഞ്ഞു. നമ്മൾ ചർച്ച് തപ്പി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ ചർച്ച് കണ്ടുപിടിച്ചു. അവിടെ നിന്ന് ലെഫ്റ്റ് ഒരു വഴിയുണ്ട്. ലെഫ്റ്റാണ്, റൈറ്റ് അല്ല, ലെഫ്റ്റ് ആയിരുന്നു. ഓക്കെ, വഴി കണ്ടു ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കുളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ ഒരു ഈ ഭവാനി നദിയിൽ കുളിച്ചു. എല്ലാവരും കുളിച്ചു, 4 പേരും കുളിച്ചു. എല്ലാ പ്രഭാത കൃത്യങ്ങളും ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ ഭംഗിയായിട്ട് എല്ലാത്തിനും സൗകര്യം ഉണ്ടായിരുന്നു. 3 പേര് കുളിക്കുന്നേ ഉള്ളൂ. ഞാൻ ആദ്യമേ കുളിച്ചു. അപ്പോൾ ഇവിടെ ഒരു ശല്യമില്ല, നല്ല പുൽത്തകിടിയും നല്ല ഒരു ഭവാനി നദിയാണ്. മുകളിൽ ആണ് ഡാം. ഡാമിൻ്റെ പേരെന്തായിരുന്നു? ഭവാനി ഡാം എന്ന്, ഭവാനി സാഗർ ഡാം. അതിൻ്റെ അടുത്തുള്ള അരുവിയാണ്, പുഴയാണ്, ഭവാനി നദി തന്നെയാണ്. ഡാമിൽ നിന്ന് അവിടെ നിന്ന് വെള്ളം തുറന്നു വിടുന്ന വെള്ളമാണ് ഇതിങ്ങനെ വരുന്നത്. അപ്പോൾ ഇവിടെ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമായിരുന്നു. കുളിച്ചു, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇനി എവിടെന്നെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ ഇഷ ഫൗണ്ടേഷനിൽ പോകണം. നമ്മുടെ ആദിയോഗി സ്റ്റാച്ചു കാണണം. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക്. അതാണ് ഇനിയുള്ള പരിപാടി. അപ്പോൾ ഇതാണ് പുഴ. എല്ലാവരും കുളിച്ച് കയറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കുളിച്ച ഉടനെ നമ്മൾ ഇവിടെ നിന്ന് വിടും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചാണ് ഇറങ്ങിയത്. ഇവിടെ ആഴമൊന്നുമില്ല. പിന്നെ നാട്ടുകാരുടെ പരിസരവാസികളുടെ ചോദിച്ചു ഇറങ്ങാമെന്ന് എന്നൊക്കെ ചോദിച്ച് അവർ കുഴപ്പമൊന്നുമില്ല, ഇറങ്ങിക്കോ, ഒരുപാട് ഉള്ളിലേക്ക് പോകരുത്, കുറച്ച് ഇവിടെ നിന്ന് കുളിക്കാം, പ്രശ്നമൊന്നുമില്ല. കുളിക്കുന്ന കടവാണ്. പിന്നെ ലോറിക്കാർ വണ്ടിക്കാരൊക്കെ വന്ന് കുളിക്കുന്ന കടവാണ്. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ അത്രയും സേഫായിട്ട് കാര്യങ്ങൾ നോക്കിയിട്ടേ അത് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളായാലും ശരി, ഇങ്ങനെ യാത്രയൊക്കെ പോകുന്ന സമയത്ത് അരുവികളിൽ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം. അവിടുത്തെ പ്രദേശവാസികളോട് ചോദിക്കണം ഇറങ്ങാമോ, എങ്ങനെയാണ് പുഴയുടെ അവസ്ഥയെന്ന് ചോദിച്ചിട്ട് മാത്രമേ ഇറങ്ങാവുള്ളൂ. കാര്യം ചിലപ്പോൾ പാറകളുണ്ടാവും, വഴുതി ചിലപ്പോൾ ആറ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതൊക്കെ തിരക്കിന് ശേഷം മാത്രമേ ഇറങ്ങാവുള്ളൂ. അത്രേ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടെയാണ് ഫ്രണ്ട്സ്. ഭവാനി നദിയിൽ കുളി കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ അങ്ങ് ദൂരെ കാണുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ കുളിച്ചത്. ഇപ്പോൾ നമ്മൾ ഭവാനി നദിയുടെ മുകളിലൂടെ പോകുന്ന പാലത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ പാലത്തിന് അക്കരെയുള്ള കടയിൽ നിന്ന് നമ്മൾ ഇഡ്ഡലി ദോശ എല്ലാം കഴിച്ചിട്ട് വന്നു. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഭവാനി സാഗർ അണക്കെട്ട് കാണാം. നമുക്ക് കാണുന്നതാണ് ഭവാനി സാഗർ അണക്കെട്ട്. അതിൽ കൺസ്ട്രക്ഷൻ ചെയ്ത ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ തോന്നുന്നു. നമ്മളെ സ്വാതന്ത്ര്യത്തിന് കിട്ടിയതിന് ശേഷം പണി കഴിപ്പിച്ച ഡാമാണ്. 1948 പണി തുടങ്ങി 1955 പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ദൂരെ കാണാം 2 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. കുറേശ്ശെ വെള്ളം അതുവഴി ഒഴുകുന്നുണ്ട്. പിന്നെ അതിൻ്റെ മെയിനായിട്ടുള്ള ഗേറ്റ് അത് തുറക്കാൻ പറ്റത്തില്ല. ഡാം അതുവരെ വെള്ളം ആ ഒരു ലെവലിന് മുകളിലെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന് മുകളിലൂടെ വെള്ളം ഒഴുകും. ഇപ്പോൾ ചെറിയ രീതിയിൽ നേരിയ തോതിൽ അതിന് മുകളിലൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നല്ല മഴ കാട്ടിലെവിടെയോ ഒക്കെ മഴ ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാണ്. ഇതാണ് ഭവാനി സാഗർ ഡാം. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ ഇവിടെ വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഈ ഡാമിന് മുമ്പിൽ നിന്ന് സെൽഫിയൊക്കെ എടുത്തു. ഇനി നമ്മൾ ആദിയോഗി ഇഷ ഫൗണ്ടേഷൻ്റെ അങ്ങോട്ട് പോവുകയാണ്. ആദിയോഗി സ്റ്റാച്ചു കാണണം. അങ്ങനെ അപ്പോൾ നമ്മുടെ യാത്ര ഇന്നുകൊണ്ട് അവസാനിക്കും. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഒരു വിഷമമുണ്ടല്ലേ. അപ്പോൾ അടുത്ത യാത്ര ഉടനെ പ്ലാൻ ചെയ്യണമെന്നും പറഞ്ഞാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത യാത്ര ഉടനെ പ്ലാൻ ചെയ്യണം. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് വന്നപ്പോൾ നമുക്ക് വണ്ടി കഴുകാനും ഒരു സ്ഥലം നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതിനുള്ള ഒരു സ്ഥലം കിട്ടി. ഇവിടെയാണ് ഈ ആറ്റിൻ്റെ കരയിൽ. രൂപേഷ് ഭായി ആണ് കഴുകുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം ചെറിയ രീതിയിൽ ഗ്ലാസ്സൊക്കെ തുടച്ചതല്ലാതെ നന്നായിട്ട് വണ്ടി കഴുകിയതൊന്നുമില്ല. അപ്പം സുജീഷും നമ്മുടെ രൂപേഷ് ഭായിയും കൂടെ വെള്ളം കോരി നമുക്ക് സൗകര്യമായിട്ട് ഇവിടെ നിന്ന് വെള്ളം എടുത്ത് ഇങ്ങനെ കഴുകാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. നമ്മളിങ്ങനെ വന്നപ്പോൾ ഇവിടെ ലോറികൾ കഴുകുന്നുണ്ടായിരുന്നു. കേരള ലോറിയാണ് അത് കഴുകുന്നുണ്ടായിരുന്നു. കേട്ടില്ല. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ കഴുകാൻ നിന്ന്. അവർ പറഞ്ഞ ഒരു വീഡിയോ എടുക്കണം. തമാശയ്ക്ക് പറഞ്ഞാണ്, അത് പ്രശ്നമില്ല. കൂടെ വന്ന ആൾ വണ്ടിയിൽ AC ഇട്ടിരിക്കുകയാണ്. നമ്മുടെ അനൂപായി വണ്ടിയിൽ AC ഇട്ട് സുഖമായിട്ടിരിക്കുകയാണ്. പണിയൊന്നും ചെയ്യാതെ ഇത്തിരി കഴപ്പനാണ് ആൾ, മഹാകഴപ്പനാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ മഹാകുംഭയാത്ര കഴിഞ്ഞ് നമ്മൾ 4 പേരും തിരിച്ചെത്തി. വളരെ ഹാപ്പി ആയിട്ട് ഉള്ള ജേണി ആയിരുന്നു അല്ലേ.
അപ്പോൾ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ രൂപേഷിൻ്റെ വീട്ടിലാണുള്ളത്. രൂപേഷിൻ്റെ വീട്ടിലെത്തി. ഇനി നമ്മൾ ഓരോരുത്തരായിട്ട് ഓരോരുടെ വീട്ടിൽ പോകും. ആദ്യം രൂപേഷ് ബ്രോയാക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനു ബ്രോ, ഉണ്ണി ബ്രോ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും വീട്ടിൽ പോകും. അപ്പോൾ നമ്മുടെ യാത്ര വളരെ സുഖകരമായിരുന്നു. യാതൊരു കുഴപ്പങ്ങളും ഉണ്ടായിട്ടില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. വണ്ടിയും നമുക്ക് യാതൊരു വിധത്തിലുള്ള പണികളോ ഒന്നും തന്നില്ല. വളരെ മനോഹരമായിട്ട് പോയിട്ട് വന്നു. പിന്നെ നമ്മൾ മൊത്തം ഓടിയിരിക്കുന്ന കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. 5845 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. 18.7 ആവറേജ് മൈലേജ് കിട്ടിയിരിക്കുന്നത്. കുഴപ്പമില്ലാത്ത മൈലേജും കിട്ടി. നമ്മൾ അത്യാവശ്യം നല്ല ദൂരം കവർ ചെയ്യുകയും ചെയ്തു. ഫ്രണ്ട്സ്, നമ്മളപ്പോൾ യാത്ര തിരിച്ച ഡേറ്റ് ഫെബ്രുവരി 11 ഫെബ്രുവരി 11 10 മണിക്കാണ്. നമ്മളിപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത് ഫെബ്രുവരി 18. ഇപ്പോൾ സമയം 11:40, രാത്രി 11:40. 7.5 ദിവസത്തെ യാത്രയായിരുന്നു മൊത്തം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കുംഭയാത്രയുടെ വീഡിയോകൾ ഇവിടെ അവസാനിച്ചു. അപ്പോൾ മറ്റ് അടിപൊളി നല്ല വീഡിയോ ആയിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ആശാൻ.